കസ്റ്റഡി മർദ്ദന ആരോപണം ഉയർന്ന കുണ്ടറയിലെ സിയാദിന്റെ മരണത്തിൽ പോലീസിന് വൻ വീഴ്ചകൾ. സിയാദിനെ കസ്റ്റഡിയിലെടുക്കാൻ പരാതിക്കാരിയായ പെൺകുട്ടിയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയത് വനിതാ പോലീസ് ഒപ്പമില്ലാതെ. സിയാദിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ SI അതുൽ യൂണിഫോമിൽ ആയിരുന്നില്ല എന്നും കണ്ടെത്തൽ. സിയാദിന്റെ മരണം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. ആദ്യം ആ നിർണായകമായ പ്രതികരണത്തിലേക്ക്. ഞാനും ശ്രീജി സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ഇല്ല. 12 മണി മർദ്ദിച്ചിട്ട് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴെന്തായിരുന്നു സിയാദ് പറഞ്ഞത്? എന്തായിരുന്നു സിയാദ് പറയുന്നത്? അപ്പോഴും സിയാദ് പറയുന്നത് സിയാദിന് വയ്യാന്നുള്ള കാര്യം സിയാദ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നും അങ്ങനെ ഇടിക്കല്ലേ സാർ, അടിക്കുന്ന എന്തിനാന്ന് ആദ്യമേ ചോദിച്ചു സിയാദ്. അപ്പോഴേ സാറിങ്ങനെ പറഞ്ഞു, കൊച്ചിനെ കാണുന്നില്ല, നിനക്ക് അവനെവിടെ പോയെന്ന് അറിയെങ്കിൽ പറ, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സാറ് ചോദിച്ചുകൊണ്ടിരുന്നിട്ടാ അടിച്ചത്. അതുമല്ല അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യം അവന്റെ പറ്റി അറിഞ്ഞ ഓരോ കാര്യങ്ങൾ സിയാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്, പൊതുവെ അവനെ പറ്റി അറിയാവുന്ന എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സിയാന്റെ അടുത്തും ചോദിച്ചത്. മൃഗങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഞാൻ മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ സ്വാഭാവികമായും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വേണം. അതുണ്ടായിരുന്നില്ല. ഇനി സിയാദിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴാകട്ടെ അതുൽ, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അതുൽ, അദ്ദേഹം യൂണിഫോമിലുമായിരുന്നില്ല. SI ആണ് അതുൽ. വളരെ ഗുരുതരമായ അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആദ്യം ആ പെൺകുട്ടി എന്താണ് പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പ്രതികരണം അത്തരത്തിൽ തന്നെയാണ്. അർദ്ധരാത്രി ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തി. തുടർന്ന് പ്രതി എന്ന ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ ജീപ്പിൽ കയറ്റുന്നതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയും വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ജീപ്പിൽ കയറ്റുകയും തുടർന്ന് യാത്ര ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ സിയാദിനെ മർദ്ദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പെൺകുട്ടി പറയുന്നത്. അത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ജീപ്പിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹത്തെ പിറ്റേ ദിവസം കസ്റ്റഡിയിൽ നിന്ന് വിടുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്യുകയും അതിനുശേഷം 38 ദിവസം കഴിഞ്ഞാണ് ഈ സിയാദ് മരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കുടുംബം ആരോപിക്കുന്നത് പോലീസിന്റെ മർദ്ദനത്തിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നത്. അതിനുശേഷമാണ് സിയാദ് മരണപ്പെടുന്നതെന്നാണ്. എന്തായാലും സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ റൂറൽ SP അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ക്രൈംബ്രാഞ്ച് DSP സംഭവം അന്വേഷിക്കുകയും ചെയ്യും. എന്തായാലും സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ ഉയർന്നു വരുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അത് തന്നെയാണ് കുടുംബം പറയുന്നത്. സിയാദിന്റെ മരണത്തിൽ നീതി കിട്ടുന്നതുവരെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ ഭാര്യയടക്കം പറയുന്നത്. ശരി മനോജ്.